അത് നിയമസഭയിലേക്ക് പോവുകയാണ്. അവിടെ MLA-മാരുടെ സത്യപ്രതിജ്ഞ ഇടവേളയ്ക്ക് ശേഷം തുടരാൻ പോകുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നത് രമേശ് പിഷാരടി. പാലക്കാട്ട് നിന്നുള്ള UDF അംഗം രമേശ് പിഷാരടി അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. I, Ramesh Pishardi, having been elected a member of Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. പാലക്കാട്ട് നിന്നും ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ചാണ് കന്നി അംഗത്തിൽ തന്നെ നിയമസഭയിലേക്ക് എത്തുന്നത് ചലച്ചിത്ര താരം കൂടിയായ രമേശ് പിഷാരടി. അടുത്ത ഊഴം ചിറയിൻ കീഴിൽ നിന്നുള്ള UDF അംഗം രമ്യ ഹരിദാസിൻ്റേതാണ്. 86 പേർ ഇതിനകം സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നു. 87ാമതായി കടന്നു വരുന്നത് രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് രണ്ടാം തവണയാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. നേരത്തെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു, പക്ഷേ തോറ്റുപോയി. രണ്ടാമതായി ചിറയിൻ കീഴിൽ നിന്ന് മത്സരിക്കുന്നു, ജയിച്ചു. രമ്യ ഹരിദാസ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നു. രമ്യ ഹരിദാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞയെടുക്കുന്നു രമ്യ ഹരിദാസ്. 1422 വോട്ടിനാണ് മനോജ് എടമനയെ തോൽപ്പിച്ചത് ചിറയിൻ കീഴിൽ. അങ്ങനെ രമ്യ ഹരിദാസും MLA ആയി മാറിയിരിക്കുന്നു. മൊത്തം 87 പേർ നിലവിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അടുത്ത ഊഴം പ്രൊഫസർ C രവീന്ദ്രനാഥിൻ്റേതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണലൂരിൽ TN പ്രതാപനെ തോൽപ്പിച്ചാണ് തുടർച്ചയായി നിയമസഭയിലേക്ക് മൂന്നാം തവണ C രവീന്ദ്രനാഥ് എത്തുന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് പ്രൊഫസർ C രവീന്ദ്രനാഥ്. വെറും 126 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് C രവീന്ദ്രനാഥ് മണലൂരിൽ നിന്ന് ജയിച്ചു കയറിയത്. C രവീന്ദ്രനാഥ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം പ്രതിജ്ഞയെടുക്കുന്നു C രവീന്ദ്രനാഥ്. 88 പേർ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നു. 89ാമതായി കടന്നു വരുന്നത് MA റസാഖ് മാസ്റ്റർ. കുന്നമംഗലത്ത് നിന്നുള്ള UDFൻ്റെ അംഗം MA റസാഖ് മാസ്റ്ററാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. സിറ്റിംഗ് MLA PT റഹീമിനെ തോൽപ്പിച്ചാണ് MA റസാഖ് മാസ്റ്റർ. പക്ഷേ PT റഹീമിനെ അട്ടിമറിച്ചാണ് കുന്നമംഗലം UDFന് വേണ്ടി MA റസാഖ് മാസ്റ്റർ തിരിച്ചുപിടിച്ചതും ഇതാദ്യമായി അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നതും. നേരത്തെ അദ്ദേഹം കൊടുവള്ളിയിൽ മത്സരിച്ചിരുന്നു, 2016 പക്ഷേ തോറ്റുപോയി. രണ്ടാമത്തെ അംഗം അദ്ദേഹം കുന്നമംഗലത്ത് നിന്ന് ജനവിധി തേടുന്നു, അതിൽ ജയിക്കുന്നു, ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നു. അടുത്ത ഊഴം MA റസാഖ് മാസ്റ്ററുടേത്. MA റസാഖ് മാസ്റ്റർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സർവശക്തനായ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
സർവശക്തനായ സൃഷ്ടാവിൻ്റെ നാമത്തിലാണ് അദ്ദേഹം പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. MA റസാഖ് മാസ്റ്ററും MLA ആയി മാറിയിരിക്കുന്നു. കുന്നമംഗലത്തു നിന്നുള്ള UDF MLA ആണ് MA റസാഖ് മാസ്റ്റർ. അടുത്ത ഊഴം കുട്ടനാട് എന്നുള്ള UDF അംഗം റജി ചെറിയാൻ വരുന്നു. അടുത്തതായി NCPയിൽ നിന്നുള്ള തോമസ് കെ തോമസിനെ 20,600 വോട്ടിന് തോൽപ്പിച്ചാണ് റജി ചെറിയാൻ കുട്ടനാട് എന്നും ആദ്യമായി MLA ആകുന്നത്. റജി ചെറിയാൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടു കൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നു റജി ചെറിയാൻ. അങ്ങനെ 90 പേർ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നു.